നമസ്കാരം. പാർട്ടി അടപടലം തോൽവി നേരിട്ടുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള നഗ്ന സത്യം മനസ്സിലാക്കി ഹൃദയം നുറുങ്ങുന്ന വേദനയിൽ എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സാധാരണഗതിയിൽ വേദിയിലിരുത്തിക്കൊണ്ട് തന്നെ ആരെങ്കിലും വിമർശിച്ചാൽ മുഖ്യൻ ചെറുപുഞ്ചിരി പാസാക്കി സിനിമാ സ്റ്റൈലിൽ നടന്നു പോകുന്നതാണ് നാം കാണാറുള്ളത്. എന്നാൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ അപ്രതീക്ഷിതമായിട്ടുള്ള തോൽവി തനിക്ക് എവിടെയോ പിഴച്ചു എന്ന തിരിച്ചറിവ് മൂപ്പർക്കും ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. ആ വേദന കൊണ്ട് ഉള്ളുനീറിയിരിക്കുന്ന സമയത്ത് തന്നെ ആയിരിക്കണം കഴിഞ്ഞ ദിവസം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ഇടതുമുന്നണിയുടെ കനത്ത തോൽവിയിൽ CPM-നെ ശക്തമായി ഗീവർഗീസ് മാർ കുറിലോസ് വിമർശിച്ചുകൊണ്ട് രംഗത്തെത്തിയത്. ഇത് കേട്ട് സഹിക്കവയ്യാതെ പുരോഹിതരുടെ ഇടയിലും വിവരദോഷികൾ ഉണ്ടാകുമെന്നുള്ള തരത്തിൽ മുഖ്യമന്ത്രി ഒരു മറുപടി പ്രസംഗം നടത്തി. എന്നാൽ പണി വഴിയെ പോയതിനെ വിളിച്ചു വരുത്തി വാങ്ങിയ അവസ്ഥയിലേക്ക് എത്തിച്ചിരിക്കുകയാണ് ഈ ഒരു പരാമർശത്തിലൂടെ മുഖ്യമന്ത്രിയെ. ഗീവർഗീസ് മാർ കുറിലോസ് പൊലിത്തിയയ്ക്ക് എതിരായിട്ടുള്ള ഈ വിവരദോഷി പരാമർശത്തിൽ മുഖ്യമന്ത്രിയെ തള്ളി CPM ഏരിയ കമ്മിറ്റി അംഗമടക്കം രംഗത്തെത്തിയിരിക്കുന്നു എന്നതാണ് ശ്രദ്ധേയം. സോഷ്യൽ മീഡിയയിലൂടെയും അല്ലാതെയും പലതരത്തിലാണ് മുഖ്യമന്ത്രിക്കെതിരെ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ശക്തമായിട്ടുള്ള വിമർശനങ്ങൾ ഉയരുന്നത്. വിമർശകരെല്ലാം ശത്രുക്കൾ അല്ലെന്ന CPM തിരുവല്ല ഏരിയ കമ്മിറ്റി അംഗവും CITU നേതാവുമായിട്ടുള്ള K പ്രകാശ് ബാബു ഫേസ്ബുക്കിൽ കുറിക്കുകയുണ്ടായി. മുഖ്യമന്ത്രിയുടെ പേര് പരാമർശിക്കാതെയായിരുന്നു ഈ വിമർശനമെങ്കിൽ പോലും ഇതെല്ലാം മുഖ്യമന്ത്രിക്ക് ഉള്ളതാണ് എന്ന് ജനങ്ങൾക്ക് മനസ്സിലായി. നിരവധി പേർ ലൈക്ക് ചെയ്ത പോസ്റ്റ് സുഹൃത്തുക്കൾക്ക് മാത്രം കാണാൻ സാധിക്കുന്ന വിധത്തിലേക്കാണ് പങ്കുവച്ചിരിക്കുന്നത്. യാക്കോബായ സഭ നിരണം മുൻ ഭദ്രാസനാധിപൻ ഗീവർഗീസ് മാർ കുറിലോസിനെതിരെ സർക്കാരിന്റെ പ്രോഗ്രസ് റിപ്പോർട്ട് പ്രകാശനം ചെയ്യുന്ന ചടങ്ങിലാണ് മുഖ്യമന്ത്രി വിമർശനം ഉന്നയിച്ചത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ഇടത് മുന്നണികളുടെ കനത്ത തോൽവിയിൽ CPM-നെ ശക്തമായി ഗീവർഗീസ് മാർ കുറിലോസ് വിമർശിച്ചിരുന്നു. ഇതെല്ലാം അടിസ്ഥാനമാക്കി മനസ്സിൽ വെച്ചുകൊണ്ട് മുഖ്യമന്ത്രി പ്രസംഗം നടത്തി. ഇനിയും ഒരു പ്രളയമുണ്ടാകട്ടെ എന്നാണ് ചിലർ ആഗ്രഹിക്കുന്നതെന്നും പ്രളയമാണ് സർക്കാരിനെ വീണ്ടും അധികാരത്തിൽ കയറ്റിയത് എന്നുമാണ് ഒരു പുരോഹിതൻ പറയുന്നതെന്നും പറഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രി പ്രതികരിച്ചു തുടങ്ങി. പുരോഹിതരുടെ ഇടയിലും വിവരദോഷികൾ ഉണ്ടെന്നും ഈ പ്രസംഗത്തിൽ ഉൾപ്പെട്ടിരുന്നു. ഈ പരാമർശം വലിയ രീതിയിലാണ് ഇപ്പോൾ ചർച്ചാ വിഷയമായി കൊണ്ടിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ വിവരദോഷി വിളി തരം താഴ്ന്നതെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉൾപ്പെടെയുള്ളവർ പ്രതികരിക്കുന്നു. മുഖ്യമന്ത്രിക്ക് വിമർശനത്തോട് അസഹിഷ്ണുതയാണ്. ചുറ്റുമുള്ളത് ഉപജാപക സംഘങ്ങൾ, ഇരട്ടച്ചങ്കൻ, കാരണഭൂതൻ എന്നൊക്കെ കേട്ട് ആവേശഭരിതനായി കോൾമയർ കൊണ്ടിരിക്കുകയാണ് മുഖ്യമന്ത്രി എന്നും VD സതീശൻ പറഞ്ഞു. ഒരു തിരുത്തലുമില്ലാതെ മുഖ്യമന്ത്രി ഇങ്ങനെ പോകണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. കാലം കാത്തുവെച്ച നേതാവാണ് പിണറായി വിജയൻ എന്ന് പറഞ്ഞയാളാണ് ഗീവർഗീസ് മാർ കുറിലോസ്. അന്ന് മുഖ്യമന്ത്രി അതിനെ പ്രോത്സാഹിപ്പിക്കുകയും പിന്തുണയ്ക്കുകയും ചെയ്തു. അപ്രിയമായ സത്യങ്ങൾ കേൾക്കുന്നത് ദുർലഭമായ ആളുകളായിരിക്കും. പ്രിയങ്ങളായ സത്യങ്ങൾ കേൾക്കാൻ ഒരുപാട് പേരുണ്ടാകും. ഇടത്തോട്ട് ഇൻഡിക്കേറ്റർ ഇട്ടിട്ട് മുഖ്യമന്ത്രി വലത്തോട്ട് വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. തീവ്ര വലതുപക്ഷ വ്യതിയാനത്തിലേക്കാണ് മുഖ്യമന്ത്രി പോയിക്കൊണ്ടിരിക്കുന്നത്. തന്നെ തിരുത്തേണ്ട എന്ന നിലപാടിലാണ് മുഖ്യമന്ത്രി. മലയാള നിഘണ്ടുവിലേക്ക് ഒരുപാട് വാക്കുകൾ ഇതിനകം സംഭാവന ചെയ്തു കഴിഞ്ഞെന്നും VD സതീശൻ മുഖ്യമന്ത്രിയെ പരിഹസിച്ചു. വോട്ടിംഗ് പാറ്റേൺ പരിശോധിച്ചാൽ പാർട്ടി ഗ്രാമങ്ങളിൽ ഇടതുപക്ഷത്തിന് വോട്ട് നഷ്ടപ്പെട്ടെന്നും CPIM ഡി ജനറേഷനിൽ ആണ് എന്നും ബംഗാളിലും ത്രിപുരയിലും ഉണ്ടായതുപോലെ ജീർണതയാണ് CPM-ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്നും ഇതേ സമയം VD സതീശൻ കൂട്ടിച്ചേർത്തു.